ഹലോ ഗേസ്, നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ നേഴ്സിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ദോഷവശങ്ങളും ഇൻഡസ്ട്രിയൽ നേഴ്സിങ്ങിൻ്റെ പോസിറ്റീവ് വശങ്ങളെ പറ്റിയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം നോക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ നേഴ്സിങ്ങിനകത്ത് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ നേഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടെമ്പററി ഓപ്ഷനായിട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് മറ്റൊരു മേഖലയിലോട്ട് പോകാൻ വേണ്ടിയുള്ള ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി ടൈം നോക്കാൻ വേണ്ടി പറ്റും. അതിനുള്ളൊരു ഓപ്ഷനുണ്ട്, അങ്ങനെ ചെയ്യാം. ഇപ്പം നമുക്ക് ഇന്ന് നമ്മളാണെന്നെങ്കിൽ വേറൊരു കാര്യത്തിനെ പറ്റി സംസാരിക്കാം. ഇപ്പം ഇൻഡസ്ട്രിയൽ നേഴ്സിങ്ങിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പം അതല്ലാതെ ഇൻഡസ്ട്രിയൽ നേഴ്സിംഗ് അല്ലാതെ നേഴ്സായിട്ട് യു എയിലോട്ട് വന്നു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളതെന്നും ഉള്ളൊരു കാര്യങ്ങൾ പറയാം. ലിസ്റ്റ് ഡൗൺ ചെയ്ത് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫീമെയിൽ നേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ആണ് സ്കൂൾ ഹെൽത്ത് നേഴ്സ് എന്നുള്ളത്. സ്കൂൾ ഹെൽത്ത് നേഴ്സ് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഹോസ്പിറ്റലിലോട്ടൊക്കെ നിങ്ങൾക്ക് കയറാൻ വേണ്ടിയാണെങ്കിലും പറ്റുന്ന ഒരു മേഖലയാണ് സ്കൂൾ ഹെൽത്ത് നേഴ്സ്. പിന്നെ അതുപോലുള്ള മറ്റൊരു മേഖലയാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. ദുബായിയുടെ ആംബുലൻസ് ആണെന്നുണ്ടെങ്കിലും അബുദാബിയുടെ ആംബുലൻസ് ആണെന്നുണ്ടെങ്കിലും ആംബുലൻസിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ ആംബുലൻസിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേഴ്സിംഗ് ഡിഗ്രി ആവശ്യമാണ്. നേഴ്സിംഗ് ഡിഗ്രി പ്ലസ് നമുക്ക് ഈ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഇവിടുത്തെ യു എയിലെ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഒരു കാലതാമസം, ആ സമയത്തേക്ക് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ നേഴ്സായിട്ട് നിൽക്കണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് നിന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആവുന്നെങ്കിൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ദുബായിലെ ആംബുലൻസിലോട്ട് വേക്കൻസി എങ്ങനെയെങ്കിലും കിട്ടി കയറാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, പിന്നെ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ നേഴ്സ് തന്നെയാണ്. ഇൻഡസ്ട്രിയൽ നേഴ്സിൻ്റെ പല മേഖലയിലായിട്ട് വരും. നമ്മുടെ റോഡ് സെക്ഷനാണ്, പിന്നെ ബിൽഡിംഗ് സെക്ഷൻസ് ഉണ്ട്, കൂടാതെ ആണെന്നുണ്ടെങ്കിൽ ഓഫ് ഷോർ ഉണ്ട്, പിന്നെ ഷിപ്പിലൊക്കെ വരാറുണ്ട്, സീ സൈഡിൽ ഒക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഓപ്ഷൻസും ഇൻഡസ്ട്രിയൽ സൈഡിൻ്റെ പല മേഖലയിലോട്ടും വരാറുണ്ട്. പിന്നെ വേറെ ഒന്നുള്ളത്, നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ് ഡോക്ടർ ഓൺ കോൾ ഡ്യൂട്ടി എന്ന് പറയുന്നൊരു ഡ്യൂട്ടി ഉണ്ട്. അതിനകത്തും നമുക്ക് പേഷ്യൻസിൻ്റെ അടുക്കലോട്ട് പോകേണ്ട പേഷ്യൻ്റെ കാര്യങ്ങളുമില്ല. നമുക്കാണെങ്കിൽ ഡോക്ടർ ഓൺ കോൾ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതായത് കോൾ വരും. ഹോം കെയർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, വീട്ടിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് പേഷ്യൻസിൻ്റെ കോൾ വരുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ നമ്മുടെ കൂടെ ഡോക്ടർ കാണും. നമ്മൾ പോവുക, അവിടെ പോയി പേഷ്യൻറ്റിന് വേണ്ട മെഡിസിൻ കൊടുക്കുക, അതിനുശേഷം തിരിച്ചു പോരുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മേഖലകളും ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷേ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ല നല്ല ക്ലിനിക്കുകളോ നല്ല ഹോസ്പിറ്റലുകളോ സെലക്ട് ചെയ്ത് അവിടെ തന്നെ കയറുന്നതാണ് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ. ഓക്കെ.